ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്തൊരു 3 ടൈപ്പ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. അപ്പം 3 ഡിഫറെൻറ്റ് റേറ്റ്സിൽ വന്നിരിക്കുന്നതാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒരു ക്യാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ പറ്റുന്ന ടൈപ്പിലുള്ള സെറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വന്നിരിക്കുന്നത് ഒരു സീ ഗ്രീൻ്റെ ഒരു ലൈറ്റർ ടോണിലേക്ക് വന്നിരിക്കുന്ന സെറ്റ് കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു 50 ഇഞ്ചസ് ഒക്കെ ലെങ്ത് കിട്ടുന്ന മെറ്റീരിയലാണ് കേട്ടോ. 2790 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബനാറസി കോട്ട ആകുന്നതുകൊണ്ടാണ് അതിന് നമുക്ക് റേറ്റിൽ വ്യത്യാസം വരുന്നത്. അല്ലാത്ത കോട്ടയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവായിരിക്കും. ഇതിനകത്ത് ഇതേപോലെ യോക്കിൽ ഇങ്ങനെ ഒരു ആപ്ലിക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സട്ടിലായിട്ടുള്ള സെറ്റ്സാണ്, ഒത്തിരി ബഹളങ്ങളും ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ്സ്. ഇതിനകത്ത് ബോഡിയിൽ എന്നിട്ട് ഇതുപോലെ ചെറിയ സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ളൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട വരുമ്പോഴും അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഉപയോഗിക്കാൻ കംഫർട്ടബിളാണ്. 2 ബോർഡേഴ്സും ഇതേപോലെ ഒരു ഡബിൾ സ്കാലപ്പ് വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് ആപ്ലിക് വർക്കും കൂടെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ബോഡിയിലും നമുക്ക് ആ ചെറിയ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന പാൻറ്റ്. 2790. നല്ല സെറ്റിലായിട്ടുള്ള സെറ്റ്സാട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. സെയിം പാറ്റേൺ തന്നെ, ഇനി കളറ് കാണിച്ചാൽ മതി. പാറ്റേൺ സെയിം തന്നെയാണ്. കളറ് കറക്റ്റാണോ? ഇപ്പോഴായിരിക്കും കേട്ടോ കളറ് കറക്റ്റ്. നല്ലൊരു സ്കൈ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡ്. ഡാർക്കല്ല, നല്ലൊരു മീഡിയം ടോണിൽ നിൽക്കുന്ന ഷെയ്ഡ്സ്. അടുത്ത് വരുന്നത് ഒരു ലാവൻഡർ ടോൺ. ഒന്നും ഡാർക്ക് ഷെയ്ഡ്സ് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ, നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന സെറ്റ്സ്. ഇതെല്ലാം വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന സെറ്റ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോൺ. ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് എല്ലാം വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് ലിനനിൽ വന്നിരിക്കുന്ന സെറ്റ്സ്. നമുക്ക് ഈ സമ്മറിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1790. ഇതൊരു ലാവൻഡർ, ഒരു പർപ്പിളിൻ്റെയൊക്കെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരും. യോക്ക് കണ്ടത് ഇതേപോലെയാണ് യോക്കിൽ ഒരു എംബ്രോയ്ഡറി വർക്കും ഡിസൈൻ വന്നിട്ട്, ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് യോക്കിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. 1790. അതേപോലെ ലിനനിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബോട്ടം. അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ്. അടുത്ത് വരുന്നത് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡാർക്ക് പിങ്ക് അല്ല, പക്ഷേ ബേജും പിങ്കും കൂടെയൊക്കെ ചേർന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നമുക്കൊട്ടും ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ, ഒരു ലിനൻ മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂവിൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. ഇതിനകത്ത് സെൽഫായിട്ടൊരു ചെറിയ ഡിസൈൻ ഉണ്ട് കേട്ടോ, പ്ലെയിൻ അല്ല. ലൈറ്റർ ടോൺ വന്നിട്ട് ചെറിയ അല്പം കൂടെ ഡാർക്കായിട്ടുള്ളൊരു ടോണിൽ ചെറിയൊരു ഡിസൈനും കൂടെ ബോഡിയിൽ വന്നിട്ടുണ്ട്. യോക്കിലെ വർക്കും നല്ല ഭംഗിയുള്ളൊരു വർക്ക്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേജ് ആൻഡ് ഗ്രീൻ ചേർന്ന ഒരു ഷെയ്ഡ്. എക്സാക്ട് ഒരു ഗ്രീനിഷ് ബേജ് എന്ന് പറയുന്ന പോലുള്ളൊരു ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ദുപ്പട്ട. അടുത്തത് വരുന്നത് നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള, ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. അതിനകത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1870, 1870. ലൈനിങ് ഇല്ല. ഇതേപോലെ പ്രിൻ്റഡ് ആണ്. യോക്ക് ഇതേപോലെ ഒരു ബീഡ്സ് വർക്ക്, റൈസ് ബീഡ്സ് ഇല്ലേ, ആ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സെറ്റ്സാണ് കേട്ടോ. ഇതൊരു പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടോ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ഓൾ ഓവർ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്ന ദുപ്പട്ട.
അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീൻ, ഇതേ നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. നല്ല ഭംഗിയാട്ടോ ഈ മെറ്റീരിയലും. ഒരു ചെറിയൊരു ടിഷ്യൂ ബ്ലെൻഡും കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലും. നമുക്ക് വാഷ് ചെയ്ത് ഷാമ്പൂലൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം. ചുരിദാർ മെറ്റീരിയൽ എല്ലാം നമ്മൾ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂല് വാഷ് ചെയ്യണേ. ആൻഡ് സെയിം ഈ ബേസ് കളറിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ലാവൻഡർ ടോൺ. ഇതേ ലൈറ്റ് ഷെയ്ഡാണ് ബോഡിയിൽ, എന്നിട്ട് അതിനകത്ത് അല്പം കൂടെ ഡാർക്ക് ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ദുപ്പട്ട നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ലാസ്റ്റ് പീസ്, ലാസ്റ്റ് അല്ല ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ഇതൊരു ഗ്രീനിഷ് ടോൺ, ഒരു നല്ലൊരു ഡസ്റ്റി ഗ്രീൻ ഒരു ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഗ്രീനാട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് ഇതെല്ലാം. അടുത്തത് വരുന്നത് ഒരു പർപ്പിളും ബ്ലൂവും കൂടെയൊക്കെ ചേർന്ന ഷെയ്ഡ് ഉണ്ടോ. ദുപ്പട്ട. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. താങ്ക്